ഹേ ടീം, ഇന്ന് ഈ നിമിഷം ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റ പ്രൊഡക്റ്റ് ഏതാണെന്ന് ഒന്ന് ഗസ് ചെയ്യാൻ പറ്റും? ഫുഡ്? കാരണം എല്ലാവരും ഫുഡ് ഉപയോഗിക്കുന്നുണ്ട്. അല്ല. ന്യൂസ് പേപ്പർ? അല്ലേ അല്ല. പാല്? ഒരിക്കലുമില്ല. സിഗരറ്റ്? സിഗരറ്റിന് ഇന്ന് ലോകത്ത് വലിയൊരു മാർക്കറ്റ് തന്നെയുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് ദിനം പ്രതി നടക്കുന്നുമുണ്ട്. പക്ഷെ ഇത്രയും കാലമായിട്ട് ഈ പ്രൊഡക്റ്റിന്റെ ഒരു പരസ്യം ടിവിയിലോ റേഡിയോയിലോ ന്യൂസ് പേപ്പറിലോ സോഷ്യൽ മീഡിയയിലോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല എന്നായിരിക്കും നിങ്ങൾ ഉത്തരം. മറ്റ് എല്ലാ പ്രൊഡക്റ്റുകളും അവരുടെ പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓഫറുകൾ കൊടുക്കുന്നുണ്ട്. ബൈ 1 get 1 60% ഡിസ്കൗണ്ട്. ഈ പ്രൊഡക്റ്റ് ഷുഗർ ഫ്രീ ആണ്, കൊളസ്ട്രോൾ ഫ്രീ ആണ്, 100% ഓർഗാനിക് ആണ്, നോ പ്രിസർവേറ്റീവ്, ബെസ്റ്റ് പ്രൊഡക്റ്റ് ഇൻ ദ വേൾഡ്, പ്ലീസ് ഈ പ്രൊഡക്റ്റ് മേടിക്കൂ എന്ന് പറഞ്ഞ് നല്ല തിളങ്ങുന്ന കവറയില് വളരെ മനോഹരമായി പാക്ക് ചെയ്തിട്ട് നമുക്ക് വിൽക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ആ സമയത്ത് സിഗരറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ കണ്ടാൽ തന്നെ പേടിയാകുന്ന ഒരു ചിത്രം വെച്ചിട്ട് ഇത് വലിച്ചാൽ നിങ്ങൾക്ക് ക്യാൻസർ വരും എന്ന് എഴുതി വെച്ചിട്ടും വേൾഡിലെ നമ്പർ 1 സെല്ലിംഗ് പ്രൊഡക്റ്റായി മാറി സിഗരറ്റ്. എങ്ങനെ? ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് സിഗരറ്റിന്റെ കഥയാണ്. ഓക്കെ ബ്രോ, വെൽക്കം ബാക്ക്. അഡ്വർടൈസ്മെന്റ് പോലും ചെയ്യാത്ത ഒരു പ്രൊഡക്റ്റ് എങ്ങനെ വേൾഡിലെ നമ്പർ 1 സെല്ലിംഗ് പ്രൊഡക്റ്റ് ആയി മാറി? നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? രാവിലെ നമ്മൾ എഴുന്നേറ്റ് ഫോൺ ഓൺ ആക്കിയത് മുതൽ നമുക്ക് പരസ്യങ്ങൾ വന്നു തുടങ്ങും. ഫേസ്ബുക്ക് തുറന്നാൽ പരസ്യം, യൂട്യൂബ് തുറന്നാൽ പരസ്യം, എന്തിന് പുറത്തേക്കൊന്ന് ഇറങ്ങിയ കാണുന്ന ചുമരുകളിലെല്ലാം പരസ്യം, ബസ്സിൽ കയറിയാൽ മുമ്പിലെ സീറ്റിൽ പരസ്യം, എന്തിന് ഇലക്ട്രിക് പോസ്റ്റിൽ വരെ നമുക്ക് പരസ്യങ്ങൾ കാണാനായി സാധിക്കും. മുകളിലത്തെ അണ്ണൻ മേടിച്ചു, താഴത്തെ അണ്ണൻ വാങ്ങി, നീ ഒന്നും മേടിച്ചില്ലേ? ഇപ്പോൾ വാങ്ങിയാൽ ഇരട്ടി മേടിക്കാം. ഒരു സാരി മേടിക്കൂ, ഒരു കാർ സമ്മാനമായി നേടും. ഒരു പക്ഷേ ആ ലക്കി കസ്റ്റമർ നിങ്ങളായിരിക്കും. ഇത്തരത്തിൽ എന്തെങ്കിലും ഒന്ന് വിറ്റുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഒരു കൂട്ടം. പക്ഷെ ഈ കഥ ആരംഭിക്കുന്നത് 1964 ജനുവരി 11 സിഗരറ്റ് വലിച്ചാൽ ക്യാൻസർ വരുമെന്ന് ഡിക്ലെയർ ചെയ്യുന്നു. അതിനെ തുടർന്ന് ടിവിയിലോ റേഡിയോയിലോ ന്യൂസ് പേപ്പറിലോ സിഗരറ്റിനെ പറ്റിയുള്ള ഒരു സ്റ്റേറ്റ്മെന്റും വരാൻ പാടില്ല എന്നൊരു നിർദ്ദേശം വയ്ക്കുന്നു. മാത്രമല്ല സിഗരറ്റ് പറ്റിയുള്ള എല്ലാ പരസ്യങ്ങളും ബാൻ ചെയ്യുകയും ചെയ്യുന്നു. പരസ്യം വന്നില്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രൊഡക്റ്റ് ഉള്ള കാര്യം ജനങ്ങൾ അറിയാൻ പോകുന്നില്ല. ജനങ്ങൾക്ക് അറിയാത്തത് കൊണ്ട് തന്നെ ഈ പ്രൊഡക്റ്റ് അധികം ആരും മേടിക്കാനും പോകുന്നില്ല. ആരും മേടിക്കാത്ത ഈ പ്രൊഡക്റ്റ് താമസിയാതെ ഇല്ലാതാവുകയും ചെയ്യും. ഇതായിരുന്നു അന്നത്തെ ഗവൺമെന്റ് കണ്ട സൊല്യൂഷൻ. പക്ഷേ ആ സമയം ടൊബാക്കോയുടെ ബിസിനസ് 6000 കോടിയുടെ ബിസിനസ് ആയിരുന്നു. ഏക്കർ കണക്കിന് പുകയില തോട്ടങ്ങൾ, ആ തോട്ടത്തിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് ജനങ്ങൾ, അത് സപ്ലൈ ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആളുകൾ, അങ്ങനെ ഏകദേശം 1 ലക്ഷം കുടുംബങ്ങൾ വരുമാനമേ ഇല്ലാതെ നടുത്തെരുവിൽ ഇറങ്ങേണ്ടി വന്നു. ഇനി മുതൽ ജനങ്ങളെ സിഗരറ്റിനെ പറ്റിയുള്ള ആഡ് കാണിക്കാൻ പാടില്ല. ഇത് മേടിക്കുമെന്ന് ജനങ്ങളോട് പറയാനും പാടില്ല. 6000 കോടി രൂപയുടെ ഇൻഡസ്ട്രി ഇല്ലാതാകാൻ പോകും. അപ്പോഴാണ് മാൽബറോ എന്നൊരു കമ്പനി ഒരു മാജിക്കൽ ടെക്നിക്കുമായി വരുന്നത്. ആ മാജിക്കൽ ടെക്നിക്ക് പറയുന്നതിന് മുമ്പ് നിങ്ങളോടൊരു ചോദ്യം: എന്തിനാണ് ടിവി കണ്ടുപിടിച്ചിട്ടുള്ളത്? നമ്മളിൽ പലരുടെയും ഉത്തരം എന്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടി എന്നായിരിക്കും. പക്ഷെ ഞാൻ പറയുന്നു, ടിവി കണ്ടുപിടിച്ചിട്ടുള്ളത് പരസ്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്. നിങ്ങളുടെ ടൂത്ത് പേസ്റ്റിൽ ഉപ്പുണ്ടോ? പറ, നല്ലതാണ്, ഇപ്പോൾ വാങ്ങിയാൽ ഇരട്ടി മേടിക്കാം. ഇങ്ങനെ ദിവസവും 50 പരസ്യമെങ്കിലും നമ്മളെ കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഓരോ പ്രോഗ്രാമും. പരസ്യം മാത്രമിട്ടാൽ നമ്മൾ കാണില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് നമുക്ക് ഇഷ്ടമുള്ള പ്രോഗ്രാമുകൾ വെച്ചുകൊണ്ട് അതിനിടയിൽ പരസ്യങ്ങൾ കാണിക്കുന്നത്. ഇനി എന്താണ് മാൽബറോ കമ്പനി കൊണ്ടുവന്ന ആ മാജിക്കൽ ടെക്നിക്ക് എന്ന് നോക്കാം. ലേഡീസിന് വേണ്ടി മാത്രം സിഗരറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന മാൽബറോ കമ്പനി സിഗരറ്റിന്റെ പരസ്യങ്ങൾ ബാൻ ചെയ്തിട്ടും പരസ്യങ്ങൾ ഇട്ടുകൊണ്ടേയിരുന്നു. അതിൽ ഒരാളെ വീണ്ടും വീണ്ടും കാണിച്ചുകൊണ്ടേയിരുന്നു. അയാളായിരുന്നു മാൽബറോ മാൻ. ജിമ്മിലൊക്കെ പോയി ബോഡി ബിൽഡ് ചെയ്ത് കട്ടിയുള്ള മീശ വെച്ച് നല്ല തൊപ്പിയം വെച്ച് കോട്ടുമിട്ട് കുതിരപ്പുറത്ത് വരുന്ന മാൽബറി മാൻ. ആ കാലത്തെ ഏതൊരു പുരുഷനും ഏതൊരു കുട്ടിക്കും മാൽബറി മാൻ ആകാനായിരുന്നു താല്പര്യം. ഓരോ പെൺകുട്ടിയും അവരുടെ കാമുകനായി മാൽബറി മാനെ സ്വപ്നം കണ്ടു. ആ കാലത്തെ ജനങ്ങളുടെ ഓരോരുത്തരുടെയും റോൾ മോഡൽ ആയി മാറി മാൽബറോ മാൻ. അതിനുശേഷം കമ്പനി മാൽബറോ മാനെ കൊണ്ട് സിഗരറ്റ് വലിപ്പിച്ചു. 1.5 മിനിറ്റുള്ള ആ പരസ്യത്തിൽ അവസാനത്തെ 5 സെക്കൻഡ് മാത്രമായിരുന്നു മാൽബറി മാൻ സിഗരറ്റ് വലിച്ചിരുന്നത്.
അതുകൊണ്ട് തന്നെ കമ്പനി സിഗരറ്റിന്റെ പരസ്യം ചെയ്തതുമില്ല, ആരോടും സിഗരറ്റ് വലിക്കാനായി പറഞ്ഞതുമില്ല. പക്ഷേ മാൽബറോ മാനെ കണ്ട് വായു തുറന്ന ഓരോരുത്തരുടെയും ചുണ്ടിൽ കമ്പനി സിഗരറ്റ് വെച്ചു കൊടുക്കും. കാരണം എല്ലാവർക്കും മാൽബറോ മാനായി മാറണമായി. കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആയി തോന്നും. പക്ഷെ ഈ പരസ്യങ്ങൾക്ക് ശേഷം മാൽബറോ കമ്പനി നമ്പർ 1 കമ്പനിയായി മാറി. അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ടോപ്പ് 10 കമ്പനികൾ എടുത്താൽ അതിൽ ഫസ്റ്റ് കമ്പനി മാൽബറോ. ബാക്കിയുള്ള 9 കമ്പനികളുടെയും കസ്റ്റമറെ വെച്ച് കൂട്ടി നോക്കുമ്പോഴും മാൽബറോ കമ്പനിയുടെ കസ്റ്റമേഴ്സ് അധികമായിരുന്നു. ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ്. ഒരു ചോദ്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ കാണാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾ ഒരു ചോക്ലേറ്റ് മേടിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. നിങ്ങൾ ഏത് ചോക്ലേറ്റ് മേടിക്കും? ഡയറി മിൽക്ക്. നമ്മൾ ഡയറി മിൽക്കിനെ പറ്റി ഇതുവരെ പറഞ്ഞതുപോലുമില്ല. പക്ഷെ ഈ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വന്നത് ഡയറി മിൽക്കാണ്. അതിന് കാരണം എന്താണ്? നിങ്ങൾക്ക് ഡയറി മിൽക്ക് ഇഷ്ടമാണോ? അതോ നിങ്ങൾ സ്നേഹിക്കുന്ന പെൺകുട്ടിക്ക് ഡയറി മിൽക്ക് ഇഷ്ടമാണോ? ഒരിക്കലുമല്ല. ഒരു സമയത്ത് TV തുറന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ട ഒരു പരസ്യം ഒരു കുടയം പിടിച്ച് കാമുകിയുടെ പിന്നാലെ നടക്കുന്ന കാമുകനെയാണ്. കൂട്ടത്തിൽ ആ പാട്ടും കിസ് മീ ക്ലോസ് യുവർ ഐസ്. ആ ചോക്ലേറ്റ് കഴിച്ച് ചുണ്ടിലാക്കി ചോക്ലേറ്റ് പറ്റി ഹാപ്പിയോടെ റൊമാൻറ്റിക്കായി നിൽക്കുന്ന കാമുകന്മാർ. ഇത് തന്നെയാണ് ഓരോ കാമുകിക്കും കാമുകനും വേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ചോക്ലേറ്റ് മേടിച്ചാൽ ഇങ്ങനെ നടക്കും എന്ന് ഒരു ധാരണ നമ്മളിൽ ഉണ്ടായി. മാൽബറോ മാൻ കൊണ്ടുവന്ന ലൈഫ് സ്റ്റൈൽ മാർക്കറ്റ്. ഈ ചോക്ലേറ്റ് മേടിച്ചാൽ ഇതുപോലെ ഹാപ്പിയായി റൊമാൻറ്റിക്കായി നിൽക്കാൻ പറ്റുമെന്ന നമ്മുടെ ചിന്തയെ ആ ചോക്ലേറ്റ് കമ്പനി മാർക്കറ്റിങ്ങിനായി ഉപയോഗിച്ചു. മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാ പരസ്യങ്ങളിലും വരുന്നത് മമ്മൂട്ടി, മോഹൻലാൽ, ജയറാം ഇതുപോലെ നമുക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന ആൾക്കാരായിരിക്കും. കാരണം അവർ പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കും. കാരണം അവരെ നമുക്ക് വർഷങ്ങളായിട്ട് അറിയാം. ഈ പരസ്യങ്ങളിൽ ഒന്നും ആ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നത് അവരുടെ പ്രൊഡക്റ്റിനെ അല്ല, നമുക്ക് ആ നടന്മാരിലുള്ള വിശ്വാസത്തെയാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട ആളെ വളരെ അട്രാക്റ്റീവായി കാണിച്ച് അതിനുശേഷം അവരെ കൊണ്ട് ആ പ്രോഡക്റ്റ് ഉപയോഗിപ്പിക്കുന്നു. മാൽബറോ മാൻ ആകണമെങ്കിൽ ഇത് ചെയ്യണമെന്ന് ഓരോരുത്തരെയും സിഗരറ്റ് വലിപ്പിക്കാൻ വെച്ച അതേ മാർക്കറ്റിംഗ് തന്ത്രം ഇന്നും നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്തും ലാലേട്ടനും മമ്മൂക്കയും അവർക്ക് പോലും അറിയാതെ സിഗരറ്റ് മാർക്കറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പലരുടെയും കണ്ണിൽ പിരിച്ചു വെച്ച മീശയും ചുണ്ടിൽ കത്തിച്ചു വെച്ച സിഗരറ്റും ആണത്തത്തിന്റെ പ്രതീകമാണ്. നമ്മളും തന്നെ ചെറുപ്പത്തിൽ രജനി പടം കണ്ട് പേപ്പർ ചുരുട്ടി സിഗരറ്റായി എറിഞ്ഞു പിടിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപി പടം കണ്ട് തോക്കെടുത്ത് നടന്നിട്ടുണ്ട്. എട്ടുകാലിയെ കൊണ്ട് കടുപ്പിച്ച് സ്പൈഡർമാൻ ആകാൻ നോക്കിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവരെ പോലെ ആകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര ഹെയർ സ്റ്റൈൽ മാറ്റിയിട്ടുണ്ടാവും, എത്ര വട്ടം ജിമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. അടുത്ത വട്ടം നീ നിന്റെ ഗേൾഫ്രണ്ടിനെ കാണാൻ പോകും, സിമ്പിൾ ആയിട്ട് നീ ആയിട്ട് ഡയറി മിൽക്ക് വേണം. ആണത്തം കാണിക്കാൻ ഉള്ളിലെ ധൈര്യം മതി, സിഗരറ്റ് വേണം. തല പോണ പല പ്രശ്നങ്ങളും സോൾവ് ചെയ്ത് എത്ര വട്ടം നമ്മൾ ഉറക്കി ചിരിച്ചിട്ടുണ്ട്. ചെല്ല് ഇന്ന് കണ്ണാടി നോക്ക്. രജനീകാന്ത്